പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിൽ 2014 ചോദിച്ച മാത്സിലെ ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നോക്കാം എന്തെല്ലാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, x⁻⁻8 ഇൻറ്റു x⁻8 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ചോദിച്ചിരുന്നത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യങ്ങളുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ x⁻⁻8 ഇൻറ്റു x⁻8 എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൃത്യങ്ങൾ നിയമം എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. m+n ഈ ഗുണനം വരുമ്പോൾ m+n മേലെ ഉള്ള കൃത്യങ്ങൾ n അത് രണ്ടും പ്ലസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ചെയ്യുക. അത് വരുമ്പോൾ ഇവിടെ x⁻8 പ്ലസ് 8 വരും. അപ്പോൾ -8ഉം +8ഉം വരുമ്പോൾ അവിടെ 0 വരിക. അപ്പോൾ x⁻0 = 1 ആണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ അതാണ് 1 ആണ് അതിൻ്റെ ഉത്തരം. ആൻസർ വരുന്നത് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് രണ്ടാമത്തെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാൻ ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. 24, 4, 9, 16 എന്നിവയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ വർഗസംഖ്യയാണ് ഈ 4, 9, 16. 4, 3, 2, 3, 4 എന്നിവയുടെ സ്ക്വയറാണ് 4, 9, 16. അപ്പോൾ അതിൽ ബന്ധമില്ലാത്ത സംഖ്യ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് 24 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മേശ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടാകുന്നു എങ്കിൽ മേശയുടെ വാങ്ങിയ വില എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇക്വേഷനൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു മേശ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 720 എന്ന് പറയുന്നത് 75%. കാരണം 100% ഒരു സാധനം 75% വിറ്റു എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. അപ്പോൾ ഈ 25% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം ഈ 100 രൂപയുടെ 75% 75 എന്നത്. അതുപോലെ തന്നെ 720 രൂപ എന്ന് പറയുന്നത് 75% ആ ഒരു സംഖ്യയുടെ 75%. അപ്പോൾ 1% കാണണമെങ്കിൽ 720/75 അതാണ് 1%. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100% കിട്ടി. അതാണ് ആ സംഖ്യ. ഈ 960 സംഖ്യ കിട്ടണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ഫ്രണ്ട്സ് 720 എന്ന് പറഞ്ഞത് 75%. 1%, ഒരു സംഖ്യയുടെ 1% കാണണമെങ്കിൽ അത് എത്രയുടെ ശതമാനം ആ ശതമാനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 720 സംഖ്യ, അത് 75% എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം 25% നഷ്ടത്തിലാണ് വിറ്റിട്ടുള്ളത്. 100% ഉള്ളൊരു സംഖ്യ 25% നഷ്ടത്തിൽ വിറ്റപ്പോൾ 75%. അത് 75% അത് ഡിവൈഡ് ചെയ്ത് 75% ആകുമ്പോൾ 1% കിട്ടും. ആ പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അതാണ് 960. നാലാമത്തെ ക്വസ്റ്റ്യൻ, 15:75 = 7:x ആയാൽ x എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇത് 15/75 = 7/x എന്ന് കൊടുക്കാം. അപ്പോൾ ഈ x ഇങ്ങോട്ട് വരുമ്പോൾ 75 അരിക്കണം എന്നുള്ള 75 ഗുണിക്കണം എന്നാവുന്നു. അതുപോലെ ഈ 15 എന്നുള്ളത് താഴെ അരിക്കണം എന്നായിരുന്നു. അപ്പോൾ 75 × 7 / 15 എന്ന് വരും. ആൻസർ 35. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, 20% കൂട്ടുപലിശ ക്രമത്തിൽ എന്ത് തുക നിക്ഷേപിച്ച് 2 വർഷം കഴിയുമ്പോൾ 1440 രൂപ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ ബേസ്ഡ് ചെയ്താൽ നമുക്ക് വളരെ സമയം ഒരുപാട് നഷ്ടപ്പെടുകയും അതുപോലെ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. ഇവിടെ 1440 ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. പക്ഷേ വേറെ വലിയ സംഖ്യയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇവിടെ a + b + a × b
ഡിവൈഡ് ബൈ 100 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പലിശ 2 വർഷത്തെ കൂട്ടുപലിശ കിട്ടും. ഇവിടെ 20% കൂട്ടുപലിശ ഒരു വർഷത്തിനാണ് 20%. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശ കാണണമെങ്കിൽ A + B, A എന്ന് പറയുന്നത് ആദ്യത്തെ വർഷവും B എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷവും, അതുപോലെ ഇതും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 20 + 20 + 20 × 20 ഡിവൈഡ് ബൈ 100. ഈ 100ഉം ഈ 0 വെട്ടിപ്പോവും. അപ്പോൾ ഇത് പ്ലസ് ചെയ്താൽ 40 വരും. ഇത് രണ്ടും 40. മൊത്തം 44% ആ 2 വർഷത്തിന് അവർക്ക് പലിശ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 44% = 400, മൊത്തം 44%. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ 144% ഈ 1440 എന്ന് പറയുന്നത്. ഈ 144% 1440 എന്ന് പറഞ്ഞത്. കാരണം 100% പറഞ്ഞാൽ അയാൾ നിക്ഷേപിച്ച സംഖ്യയും പ്ലസ് 44% കൂടിയിട്ടാണ് അയാൾക്ക് 1440 രൂപ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1% കാണാൻ 1440 ഡിവൈഡ് ബൈ 44. അല്ലെങ്കിൽ 144% ആണല്ലോ ഈ 1440. അപ്പോൾ 44% 1440 ആണെങ്കിൽ നമ്മൾ 1440 440 കുറച്ചാൽ മതി. 1440 മൈനസ് 440. അപ്പോൾ നമുക്ക് 1000, 100% കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ, 1000 എന്നത്. ആറാമത്തെ ക്വസ്റ്റ്യന് ബോർഡ് മാസ് റൂള് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 38 - 3 × 5 - 8 + 27 ആയിരിക്കണം 9. ബോർഡ് മാസ് റൂള് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹരണമാണ്. 27 ഡിവൈഡ് ബൈ 9 എറിയുമ്പോൾ 3 വരും. പിന്നെ ഗുണനാണ്. 3 × 5 15 വരിക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് -5 -15. ഇവിടെ -8. ഫസ്റ്റ് നമ്മൾ ബോർഡ് മാസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെയാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 38 + 3 ചെയ്യണം, അത് 41. പിന്നെ 15 + 8 15 8 കൂട്ടുക, അപ്പോൾ നമുക്ക് 23 കിട്ടും. അത് 41 23 കുറച്ചാൽ നമ്മുടെ ആൻസർ 18 എന്ന് കിട്ടും. ഇവിടെ ഈ ഒരു ചെറിയൊരു മെത്തേഡ് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുള്ളൂ. നമുക്ക് പിഴക്കാൻ സാധ്യതയുണ്ട്. കാരണം പല ഓപ്ഷനും ഉണ്ടാവും. നമുക്ക് ഇത് പ്ലസ് ഫസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ആദ്യം അതായിരിക്കും കറുപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു കാര്യം. ഫസ്റ്റ് പ്ലസ് ആയത് സംഖ്യ കൂട്ടുക, പിന്നെ മൈനസ്. ഏഴാമത്തെ ക്വസ്റ്റ്യന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവും. എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ വയസ്സ് X എന്നും മകൻ്റെ വയസ്സ് Y എന്നും നമുക്ക് സാധാരണ എടുക്കാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. അപ്പോൾ X എന്ന് പറഞ്ഞ അച്ഛൻ്റെ വയസ്സാണ്. അത് മകൻ്റെ വയസ്സ് പറഞ്ഞാൽ Y നമ്മൾ കൊടുത്തു. അതിനേക്കാൾ 32 കൂടുതലാണെന്ന് Y + 32 എന്ന് കൊടുക്കുക. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവും എന്ന് പറഞ്ഞിട്ടുള്ളത്. 10 വർഷം X + 10 എന്ന് പറയുന്നത് 2 × Y + 10 ആണ്. 2 മടങ്ങാണ് 10 വർഷം കഴിയുമ്പോൾ. മകൻ്റെ വയസ്സ് + 10 എന്ന് പറയുന്നത് 10 വർഷം കഴിഞ്ഞ് അത് 2 മടങ്ങാണ് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2y 2 × y 2y 2 × 10 20 എന്ന് കിട്ടും. അപ്പോൾ X + 10 എന്ന് പറയുന്നത് 2y + 20 ആണ്. അപ്പോൾ ഈ X എന്ന് പറയുന്നത് നമുക്ക് ഈ 10 ഇങ്ങോട്ട് വരുമ്പോൾ അത് -10 ആവും. അപ്പോൾ 20 നിന്ന് 10 പോയാൽ 10. അപ്പോൾ 2y + 10 എന്ന് വരും. ഈ y എന്ന് പറയുന്നത് നമ്മൾ X എന്ന് പറയുന്ന ഈ ഒരു അച്ഛൻ്റെ -32 ആണ്. അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇവിടെ Y എന്ന് പറഞ്ഞു പ്ലസ് ആണ് 32. വയസ്സിനേക്കാൾ മകൻ്റെ വയസ്സിനേക്കാൾ 32 ആകുമ്പോൾ ഇവിടെ X എന്ന് പറയുന്നത് Y എന്ന് പറയുന്നത് X - 32 ആണ്. ഇത് ചെയ്യുമ്പോൾ 2x 2 × x 2x 2 × 32 64 + 32. അപ്പോൾ നമുക്ക് ആൻസർ 54 എന്ന് കിട്ടും. ഇത് ഓപ്ഷനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ 54 എന്ന് ഓപ്ഷനിൽ കണ്ട് എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കുക ഇതുപോലെ. അത് പറഞ്ഞിട്ട് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവുന്ന വരും. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 22ൻ്റെ 2 മടങ്ങാണല്ലോ 54 എന്ന് പറയുന്നത്. അത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ -10 11. അപ്പോൾ 11 എന്ന ആൻസർ കിട്ടി. അത് നമുക്ക് മറ്റുള്ള ഓപ്ഷൻസൊക്കെ 12 13 ഒക്കെ ആകും. അതൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട്
ഇങ്ങോട്ട് ബാക്കിലോട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. എട്ടാമത്തത്, ഒരു സംഖ്യയുടെ 31% 46.5 ആയാൽ ആ സംഖ്യ ഏത്? ഇത് നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 31% എന്ന് പറഞ്ഞത് 46.5 അപ്പോൾ 1% കാണണമെങ്കിൽ 46.5 31 കൊണ്ട് ഹരിച്ചാൽ 1%. അതിൻ്റെ 100% ആണ് ആ സംഖ്യ. അപ്പോൾ 100% 150 ആണ് ഒരു ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യന്, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യയുടെ തുകയാണ് 105 എന്നത്? എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n+1 / 2. അപ്പോൾ n² + n എന്ന് പറയുന്നതാണ്. ഇവിടെ ഇത് 105 ആണെങ്കിൽ ഇവിടെ n² + n 2n, ഇവിടെ ഒരു n, അപ്പോൾ 210 ആണ്. n² + n - 210 പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്താൽ കിട്ടും n+15 n-40 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ നിന്ന് ഇത് പോകുമ്പോൾ ഇത് 15 -15 14. അപ്പോൾ ഇതിൻ്റെ ആൻസർ 14 ആണ് ആൻസർ. ഇവിടെ 10ാമത്തെ ക്വസ്റ്റ്യൻ, 4/5 × 4/3 4/2 എത്രയാണെന്ന് ചോദിച്ചത്. ഇവിടെ നമ്മൾ കൃത്യങ്ക നിയമം മനസ്സിലാക്കണം. a⁻m all n = m × n ആണ്. ഇവിടെ mn ആണ്, m × n. അതുപോലെ തന്നെ അത് ചെയ്യുക. ഇതാണ് നേരത്തെ പറഞ്ഞ ഇത് a⁻m × a⁻n = a⁻m + n. രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് 3 × 2 ആണ് ഇവിടെ 6 കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്താൽ ഇത് 5 × 5 + 6 വരും 11. 4/11 ആണ് എൻ്റെ ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഇത്? 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വിശദീകരണം ആവശ്യമില്ല, നമുക്ക് കണ്ടറിയാം. 2.5 ആണെന്ന് അതിൻ്റെ കണ്ടാൽ തന്നെ അറിയാം. 12ാമത്തെ ക്വസ്റ്റ്യന്, 0.01 + 0.1 - 0.01 × 0.1 എത്ര എന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇത് ഈ 0 ഒഴിവാക്കി നമുക്ക് ചെയ്യാം. 10 + 1 11. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഇത് കൊടുത്ത് ദശാംശം കൊടുത്താൽ മതി. അതുപോലെ ഇതും അത് ചെയ്യാം. ഇവിടെ എത്ര അക്കങ്ങൾ? ഇവിടെ ഒരു അക്കമാണ്. ഈ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടോ ഇവിടെ 1, ഇവിടെ 2 ആണ്, ടോട്ടൽ 3. ആ 3 അക്കം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോയിന്റ് കൊടുത്താൽ മതി. അത് നിങ്ങൾ ഈ പോയിന്റ് ഒഴിവാക്കി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പോയിന്റ് ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.0 എന്ന് ചെയ്ത് കിട്ടും. 13ാമത്തെ ക്വസ്റ്റ്യൻ, 15 പെൻസിലിൻ്റെ വില 24 രൂപയെങ്കിൽ 50 പെൻസിലിൻ്റെ വില എന്ത്? നമുക്കറിയാം 15 പെൻസിലിൻ്റെ വില 24 രൂപയാണ്. അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില കാണാൻ 24 / 15. അപ്പോൾ 50 പെൻസിൽ കാണാൻ 24 / 15 × 50 80 രൂപ എന്ന് കിട്ടും. അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യങ്ങളാണ്. 120 മീറ്ററുള്ള ഒരു തീവണ്ടി 54 km/h വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുവാൻ ആ തീവണ്ടി എടുക്കുന്ന സമയം എത്ര? വേഗത = ദൂരം / സമയമാണ്. ഇവിടെ വേഗത എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ m/s ആയതുകൊണ്ട്, ഇവിടെ വേഗത 54 km/h ആയതുകൊണ്ട് അത് m/s ആക്കണം. അത് നമുക്ക് ഇവിടെ 54 × 5/18 കൊണ്ടാണ് ഒരു km/h m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 15 സെക്കൻഡ് m/s എന്ന് കിട്ടും. ഇനി ദൂരം എന്ന് പറയുന്നത് നമ്മൾ തീവണ്ടിയുടെ നീളം എടുക്കണം, പാലത്തിൻ്റെ നീളം എടുക്കണം. കാരണം ഒരു പാലം ഇതാണെങ്കിൽ തീവണ്ടിയുടെ നീളം ഇതാണെങ്കിൽ ഈ തീവണ്ടിയുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ തീവണ്ടിയുടെ നീളം ഇവിടെ കഴിഞ്ഞാൽ ബാക്കി തീവണ്ടി ഇത്രയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 120 + 180 / 15 എന്ന് പറഞ്ഞത് ഈ 15 സെക്കൻഡ്. അപ്പോൾ 300/15 20 സെക്കൻഡ് എന്ന് കിട്ടും. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും എന്ന് വെച്ചിട്ടുള്ളത്.
ത്രിമാന രൂപങ്ങളുടെ അളവുകൾ എത്ര മടങ്ങ് വർദ്ധിക്കുന്നുവോ അതിൻ്റെ ക്യൂബ് ടൈം വ്യാപ്തം വർദ്ധിക്കും. അപ്പോൾ ആരം ഇരട്ടിച്ചാണ് വരുന്നത്. അപ്പോൾ ഇരട്ടി 2 ക്യൂബ് വരും. അപ്പോൾ 8 എന്ന് വരും ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. 18 ആളുകൾ 36 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഈ LD-യിലെല്ലാം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറ്. കഴിഞ്ഞ തിരുവനന്തപുരം ക്വസ്റ്റ്യൻസിലും ഇതേ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ആളുകൾ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. M1 D1 = M2 D2 എന്നാണ്. 18 × 32 12 × D2 എന്ന് വരുമ്പോൾ ഈ D2 ഇങ്ങോട്ട് പോകും. 12 ഇവിടെ 12 വരും. 18 × 32 / 12 54 ആള് 54 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 17ാമത്തെ ക്വസ്റ്റ്യന് 3 12 24 96 192 ആയാൽ അടുത്ത സംഖ്യ ഏതെന്ന് വെച്ചുള്ളത്. ഇതിനെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എല്ലാം ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2, പിന്നെയും 4, പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ 4 × 4 വെച്ചാൽ 768 ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. 1988 ജനുവരി 26 മുതൽ 1988 മെയ് 15 വരെ എത്ര ദിവസങ്ങളുണ്ട് ചോദിച്ചിട്ടുള്ളത്. ജനുവരി എന്ന് പറയുന്നത് 6, ഇവിടെ 26 അപ്പോൾ 31 വരുമ്പോൾ 6 ദിവസങ്ങൾ. ഫെബ്രുവരി 29 ഒരു അതിവർഷമായതുകൊണ്ട് 29 വർഷമുണ്ട്, അല്ലെങ്കിൽ 28 വർഷമായിരിക്കും. 28 ദിവസമായിരിക്കും. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 15. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 111 ആൻസർ കിട്ടും. 19ാമത്തെ ക്വസ്റ്റ്യൻ. 30 ആളുകൾ ശരാശരി വയസ്സ് 10 ഒരാൾ കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 11 വർദ്ധിക്കുന്നു എങ്കിൽ പുതുതായി വന്നു ചേർന്ന ആളിൻ്റെ വയസ്സ് എത്ര ആണ് ചോദിച്ചിട്ടുള്ളത്. 30 ആളുകൾ ശരാശരി വയസ്സ് 10 ആകുമ്പോൾ 30 × 10 300 ആകും. 11 ആകുമ്പോൾ 11 വർദ്ധിച്ചെങ്കിൽ 30 ആളുകളിൽ 31 11 10 11 31 × 11 341. അപ്പോൾ വന്ന ആളുടെ വയസ്സ് 41. 341 -300 അത് 41 ആയിരിക്കും. അടുത്തത് 20 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 50നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അത് നിങ്ങൾ തീർച്ചയായും 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ കാണാതെ പഠിച്ചു തന്നെ വേണം. എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ 70നും 30നും 70നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ ചോദിക്കും. 40നും 60നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ ചോദിക്കും. അപ്പോൾ അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ 53 59 61 67 71 73 79 83 89 97 മൊത്തം 10 അഭാജ്യ സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ക്വസ്റ്റ്യൻസിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അതൊന്നും നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശീലിക്കുക. അതുപോലെ ഇനി വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് അതുപോലെ പല ക്വസ്റ്റ്യൻസും ട്രൈ ചെയ്ത് നോക്കുക. 2007 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഡിസ്ക്രിപ്ഷനിൽ